വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബയോ ഈസി ലേണിംഗ്. നമ്മൾ സെറ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷനിലാണ്. 80 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു 2010 ക്വസ്റ്റ്യൻസിൽ. ഇനി ബാക്കിയുള്ള 20 ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ടായിരിക്കും. 20 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 80 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് എഴുതി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും തുടങ്ങിയിട്ടില്ലാത്തവർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജൂലൈയിലൊക്കെ ആയിരിക്കും. ജൂലൈ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് ജൂലൈ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും എക്സാം വരുന്നുണ്ടാവുക. സോ നമുക്ക് നമ്മളുടെ കയ്യിലുള്ള സമയം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഇപ്പോൾ തന്നെ ശ്രമിക്കുക. കുറച്ച് ടൈമല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ. എബൌട്ട് ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റോ ഒക്കെ ഈ വീഡിയോ തന്നെ വരുന്നുണ്ടാവുള്ളൂ. ബാക്കി നമുക്ക് പോർഷൻസ് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കുറച്ച് ടൈം ഒരു 1 hour ഒക്കെ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എക്സാം തന്നെ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. 81th question. Triticale has been evolved by hybridization between option A rice and maize, option B wheat and rice, option C wheat and rye, option D ragi and maize. ട്രിറ്റിക്കേൽ എന്ന് പറയുന്നത് ഏത് തമ്മിലുള്ള ഹൈബ്രിഡൈസേഷൻ വഴിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഓപ്ഷൻ സി വീറ്റ് ആൻഡ് റൈ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്യൂറിംഗ് ട്രാൻസ്ലേഷൻ ഫേസ് of protein synthesis, process of initiation, elongation, termination involved. Option A protein factors and AMP, option B protein factors and CAMP, option C protein factors and GTP, option D glycosylation. ഏതാണ്? ഓപ്ഷൻ സി പ്രോട്ടീൻ ഫാക്ടേഴ്സ് ആൻഡ് GTP. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഷഫ്ലിംഗ് ഓഫ് ജീൻ ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ ഈസ് പോസിബിൾ. സച്ച് ജീൻ ആർ കോൾഡ്. ഓപ്ഷൻ എ മ്യൂട്ടൻസ്, ഓപ്ഷൻ ബി റക്കൺസ്, ഓപ്ഷൻ സി എക്സോൺസ്, ഓപ്ഷൻ ഡി ട്രാൻസ്പോസോൺ. സോ ഷഫ്ലിംഗ് ആക്കാൻ പറ്റുന്ന, അതായത് ഷഫിൾ ചെയ്യാൻ പറ്റുന്ന ജീൻ നമ്മൾ പറയുന്നത് എന്താണ്? ട്രാൻസ്പോസോൺ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 84th question. Andrew Fire and Craig Mello got Nobel Prize in Medicine for option A PCR, option B protein sequencing, option C RNA interference, option D GFP. ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള നോബൽ പ്രൈസ് എന്തിനു വേണ്ടിയിട്ട്, മീൻസ് ഏത് ടോപ്പിക്കിലാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അതിപ്പോൾ നോക്കിയതിൽ 2-3 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നെക്സ്റ്റ് വീഡിയോസിൽ എങ്ങനെയാണെന്നുള്ളത് ഒന്നും കൂടി അതിനൊന്ന് ഫോക്കസ് ചെയ്ത് കഴിക്കാം. കാരണം നോബൽ പ്രൈസ് ഏത് ടോപ്പിക്കിനാണ് അല്ലെങ്കിൽ ഏത് ഭാഗത്തുള്ള റിസർച്ചിനാണ് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ആൻഡ്രൂ ഫയർ ആൻഡ് ക്രെയ്ഗ് മെല്ലോയ്ക്ക് നോബൽ പ്രൈസ് മെഡിസിന് കിട്ടിയിട്ടുള്ളത് ഓപ്ഷൻ എ PCR, ഓപ്ഷൻ ബി പ്രോട്ടീൻ സീക്വൻസിങ്, ഓപ്ഷൻ സി RNA ഇന്റർഫറൻസ്, ഓപ്ഷൻ ഡി GFP. ഏതിനാണ്? RNA interference. Next question. The Hollandric gene are located on option A polytene, option B Y chromosome, option C X chromosome, option D mitochondria. So Hollandric gene എന്ന് പറയുന്നത് കാണപ്പെടുന്നത് ഓപ്ഷൻ ബി Y ക്രോമസോമിലായിരിക്കും. Next question. Mutagenic agent causing frame shift mutation are. Frame ഷിഫ്റ്റ് മ്യൂട്ടേഷൻ കോസ് ചെയ്യുന്ന മ്യൂട്ടാജനിക് ഏജന്റ് ഏതാണ്? ഓപ്ഷൻ എ 2 അമിനോപ്യൂരിൻ, ഓപ്ഷൻ ബി EMS, ഓപ്ഷൻ സി ബ്രോമോ യുറാസിൽ, ഓപ്ഷൻ ഡി അക്രിഡിൻ ഡൈ. സോ ഓപ്ഷൻ ബി EMS ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കോൺബർഗ് വിത്ത് ഒക്കോവ റിസീവ്ഡ് നോബൽ പ്രൈസ് ഫോർ ദ വർക്ക്. കണ്ടോ? നെക്സ്റ്റ് ഇപ്പോൾ ഒരു ഇയറിൽ തന്നെ 2 ക്വസ്റ്റ്യൻ ചോദിച്ചു നോബൽ പ്രൈസ് ഏത് വർക്കിന് വേണ്ടിയിട്ടാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഏതൊക്കെ ഏരിയസ് ആണ് ചോദിക്കുന്നത് എന്ന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് എടുത്തിട്ട് ചെയ്യാവുന്ന കേട്ടോ. So option A mechanism of biological synthesis of DNA and RNA, option B collinearity hypothesis, option C central dogma, option D artificial synthesis of protein. അപ്പോൾ കോൺബർഗ് ആൻഡ് ഒക്കാവ് എന്തിനാണ് മീൻസ് അവർക്ക് നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ മെക്കാനിസം ഓഫ് ബയോളജിക്കൽ സിന്തസിസ് ഓഫ് DNA ആൻഡ് RNA എന്ന വർക്കിനാണ് അവർക്ക് നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. The hybrid variety cotton obtained by crossing 2 different strains of Gossypium hirsutum is. Option A Godavari, option B Varalakshmi, option C Savitri, option D Jayalakshmi. Option A Godavari.
89th question. BSI is located at option A Lucknow, option B Mysore, option C Kolkata, option D Kerala. BSI is situated ചെയ്യുന്നത് എവിടെയാണ് ചോദിച്ചിട്ടുള്ളത്? ഓപ്ഷൻ സി കൊൽക്കത്ത. 19th question. Quanta required for assimilation of 1 molecule of carbon dioxide or O2 liberation in photosynthesis are option A 2, option B 8, option C 6, option D 4. So the answer option B 8 ആയിരിക്കും. 91th question. Continuous variation are attributed to meiosis through option A polyploidy, option B crossing over, option C mutation, option D all of this. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ക്രോസിംഗ് ഓവർ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒലിഗോജീൻസ് ആർ. ഒലിഗോജീൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ക്വാണ്ടിറ്റേറ്റീവ് ജീൻ, ഓപ്ഷൻ ബി ക്വാളിറ്റേറ്റീവ് ജീൻ, ഓപ്ഷൻ സി ഹൊളാൻഡ്രിക് ജീൻ, ഓപ്ഷൻ ഡി എപ്പിസ്റ്റാറ്റിക് ജീൻ. സോ ഓപ്ഷൻ ബി ക്വാളിറ്റേറ്റീവ് ജീൻ ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ കോമൺ ബ്രെഡ് വീറ്റ് ഈസ് ഓപ്ഷൻ എ അല്ലോ ടെട്രാപ്ലോയിഡ്, ഓപ്ഷൻ ബി അല്ലോ ഹെക്സാപ്ലോയിഡ്, ഓപ്ഷൻ സി ഓട്ടോ ടെട്രാപ്ലോയിഡ്, ഓപ്ഷൻ ഡി ഡിപ്ലോയിഡ്. സോ ബ്രെഡ് വീറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി അല്ലോ ഹെക്സാപ്ലോയിഡ് ആയിരിക്കും. RNA polymerase enzyme is option A monocystronic only, option B polycystronic only, option C monocystronic and polycystronic only, option D not a protein. So option A monocystronic and polycystronic ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Which subunit of ribosome is attached to endoplasmic reticulum? സോ റൈബോസോമിന്റെ ഏത് സബ് യൂണിറ്റ് ആണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ 50S, ഓപ്ഷൻ ബി 60S, ഓപ്ഷൻ സി 30S ആൻഡ് ഓപ്ഷൻ ഡി 40S. ഓപ്ഷൻ ബി 60S ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Unidirectional replication takes place in option A coliphage P2, option B Escherichia, and option C pneumococcus, and then option D salmonella. Unidirectional replication നടക്കുന്നത് ഓപ്ഷൻ എ കോളിഫേജ് P2 ലായിരിക്കും. 97th question. Which phrase is not true about backcross breeding? Backcross breedingന് suitable അല്ലാത്ത phrase ഇതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. It is a practice that has been used by plant breeders for decades. നമുക്ക് ഓപ്ഷൻസ് നോക്കാം കേട്ടോ. ഓപ്ഷൻ ബി ബാക്ക്ക്രോസ് ബ്രീഡിംഗ് ഈസ് റിപ്പീറ്റഡ് അണ്ടിൽ ദ ഓഫ്സ്പ്രിംഗ് ഹാസ് 99% elite gene and the transgene. And then option B backcross breeding is a new technique developed for genetically engineered plant. Option D backcross breeding is often used to reduce yield drag. അപ്പോൾ എന്താ ഇതിൽ നോട്ട് ട്രൂ എബൌട്ട് ആണ്. ബാക്ക്ക്രോസ് ബ്രീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത ഫ്രേസ് ഏതാണെന്ന് ചോദിച്ചത്. സോ ഓപ്ഷൻ സി ആയിട്ടുള്ള ബാക്ക്ക്രോസ് ബ്രീഡിംഗ് ഈസ് എ ന്യൂ ടെക്നിക് ഡെവലപ്ഡ് ഫോർ ജെനറ്റിക്കലി എഞ്ചിനീയർഡ് പ്ലാന്റ്. സി ആണ് ഓപ്ഷൻ. 98th question. Which of the following occurs in this sporangiomorphosis? Option A spores germinate into protomata. Option B sperm cells are produced in row just beneath the surface of the antheridiopore. Option C sporocytes undergo meiosis to produce spores. And the option D the zygote develop into multicellular embryo. അത് സ്പൊറാഞ്ചിയമോസിന്റെ സ്പൊറാഞ്ചിയയിൽ ഒക്കർ ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. സോ ഓപ്ഷൻ സി സ്പോറോസൈറ്റ് അണ്ടർഗോ മിയോസിസ് ടു പ്രൊഡ്യൂസ് സ്പോർസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കൺസർവേഷൻ ഹോട്ട്സ്പോട്ട് ആർ ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ്. ഞാൻ സിലബസ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എക്കോളജി ആ ഭാഗത്തു നിന്നൊക്കെ, എൻവയോൺമെന്റൽ സയൻസ് ആ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് വിട്ടു പോകാൻ, അല്ലെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മാർക്ക് കിട്ടാവുന്ന ഏരിയാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ പെടുന്ന ഒന്നാണിത്. കൺസർവേഷൻ ഹോട്ട്സ്പോട്ട് ആർ ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ്. ഏരിയ വിത്ത് ലാർജ് നമ്പർ ഓഫ് എൻഡമിക് സ്പീഷീസ് ദാറ്റ് ആർ ഡിസപ്പിയറിംഗ് റാപ്പിഡ്ലി. അത് സ്യൂട്ടബിൾ ആണല്ലേ ഓപ്ഷൻ എ. ഓപ്ഷൻ ബി നോക്കൂ. ഏരിയ വെർ പീപ്പിൾ ആർ പെർട്ടിക്കുലർലി ആക്റ്റീവ് സപ്പോർട്ടേഴ്സ് ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. സ്യൂട്ടബിൾ ആണോ? അല്ല. ഓപ്ഷൻ സി ഐലൻഡ് ദാറ്റ് ആർ എക്സ്പീരിയൻസിങ് ഹൈ റേറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ.
അതുമല്ല. ഓപ്ഷൻ ഡി ഏരിയാസ് വെർ നേറ്റീവ് സ്പീഷീസ് ആർ ബീയിങ് റീപ്ലേസ്ഡ് വിത്ത് ഇൻട്രൊഡ്യൂസ്ഡ് സ്പീഷീസ്. സോ ഹോട്ട്സ്പോട്ടിന് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയാവുന്നത് ഓപ്ഷൻ എ ആയിട്ടുള്ള എൻ ഏരിയ വിത്ത് ലാർജ് നമ്പേഴ്സ് ഓഫ് എൻഡമിക് സ്പീഷീസ് ദാറ്റ് ആർ ഡിസപ്പിയറിംഗ് റാപ്പിഡ്ലി എന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ബാക്ടീരിയ കോസസ് ഫുഡ് പോയ്സണിങ്? ഫുഡ് പോയ്സണിങ് കോസ് ചെയ്യുന്ന ഒരു ബാക്ടീരിയ ഏതാണെന്ന്? ഓപ്ഷൻ എ എസ്ക്രീഷ്യ, ഓപ്ഷൻ ബി പെൻസീലിയം ആൻഡ് ഓപ്ഷൻ സി സാൽമോണല്ല, ഓപ്ഷൻ ഡി കാൻഡിഡ. സോ ഫുഡ് പോയ്സണിങ് ആക്കുന്ന ഒരു ബാക്ടീരിയ അറിയുന്നത് ഓപ്ഷൻ സി സാൽമോണല്ല ആയിരിക്കും. സോ ഇന്ന് ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ 100 ക്വസ്റ്റ്യൻസ് ആയി, ഇനി 20 ക്വസ്റ്റ്യൻസും കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ 20 ക്വസ്റ്റ്യൻസ് ചെയ്തു പോകുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അന്നന്ന് പഠിക്കുന്നത് അല്ലെങ്കിൽ നോക്കുന്നത് അന്നന്ന് തന്നെ എഴുതി വെച്ച് പഠിക്കുക. കാരണം 20 ക്വസ്റ്റ്യൻസ് അല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അത് എഴുതി വെച്ച് അന്നന്ന് അത് നമുക്ക് ലോഡാവില്ല. പിന്നെ എക്സാം അടുപ്പിച്ചിട്ട് നോട്ട് എഴുതുകയാണോ വേണ്ടത് അതോ പഠിക്കുകയാണോ വേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. സോ 20 ക്വസ്റ്റ്യൻസ് നിങ്ങളിപ്പോൾ കാണുന്നുണ്ട് വെച്ചാൽ ഇതിപ്പോൾ തന്നെ ഒരു ബുക്ക് അതിനായിട്ട് വേണ്ടിയിട്ട് റെഡിയാക്കുക. പിന്നെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, അതായത് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ഏതെങ്കിലും മിസ്റ്റേക്ക് ആയിട്ട് വരുന്നത് കണ്ടു എന്നുണ്ടെങ്കിൽ അത് ദയവ് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്താ കമൻ്റ് ആയിട്ട് കൊടുക്കണം. കാരണം നമുക്ക് തെറ്റ് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് നമ്മൾ സെർച്ച് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അതെന്ത് ചെയ്യാം, ഒന്നും കൂടി തെറ്റല്ല എന്നുള്ളത് ഉറപ്പ് വരുത്താം. സോ നിങ്ങൾക്ക് അത് തെറ്റാണ് തോന്നുകയാണെന്ന് വെച്ചാൽ നമുക്ക് നിങ്ങളിത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്, നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഒരിക്കലും തെറ്റ് പഠിക്കണ്ട, നമുക്ക് ശരിയായിട്ടുള്ള ഓപ്ഷൻസ് മാത്രം പഠിക്കാം, നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാം. നിങ്ങളെപ്പോഴും കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.